നിങ്ങളിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടിയുടെ പേര് റിധന്യ എന്നാണ്. കൂടെയുള്ളത് റിധന്യയുടെ ഭർത്താവായിട്ടുള്ള കവിൻ. റിധന്യ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സ്വയം ജീവൻ അവസാനിപ്പിച്ചു. തമിഴ്നാട്ടിൽ വളരെ സെൻസേഷനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കേസാണിത്. ഈ പെൺകുട്ടി എന്തിനു വേണ്ടിയാണ് സ്വയം ജീവൻ അവസാനിപ്പിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം അറിഞ്ഞാൽ സത്യത്തിൽ നമ്മുടെ കിളി പോവും. ഫോട്ടോയിൽ റിധന്യയുടെ കൂടെ നിൽക്കുന്ന റിധന്യയുടെ ഭർത്താവായിട്ടുള്ള കവിനെ കാണുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നുന്നില്ലല്ലോ. വളരെ സാധാരണമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടല്ലേ തോന്നുള്ളൂ. എന്നാൽ അയാൾ ഒരു പോൺ അഡിക്റ്റ് ആണ്. വളരെ മോശമായിട്ടുള്ള വീഡിയോകൾ കണ്ട് അതിന് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അയാൾ. കവിൻ്റെ ഈ വികൃത സ്വഭാവം സഹിക്കാൻ കഴിയാതെയാണോ റിധന്യ ഈ കടും കൈ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേസ് നമുക്ക് ആദ്യം മുതൽ നോക്കാം. ഈ തിരുപ്പൂരിലെ കൈക്കട്ടിപ്പുത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അന്നാദുരയും അന്നാദുരയുടെ കുടുംബവും ജീവിച്ചു വരുന്നത്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ സമ്പാദ്യം ഉണ്ടാക്കിയ അന്നാദുരയ്ക്ക് 2 മക്കളാണുള്ളത്. ഒരു മകനും ഒരു മകളും. മകൻ ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുകയാണ്. മകളായിക്കോട്ടെ MSc കമ്പ്യൂട്ടർ സയൻസ് എല്ലാം തന്നെ പഠിച്ചു കഴിഞ്ഞ് നിൽക്കുകയാണ്. പേര് റിധന്യ. ഇവരുടെ വീട്ടിൽ നിന്നും 200 മീറ്റർ അകലെ, അതായത് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ, നടക്കാവുന്ന ദൂരം മാത്രമേ ഉള്ളൂ. അവിടെയാണ് ബിസിനസ്മാനും പൊളിറ്റീഷ്യനുമായിട്ടുള്ള ഈശ്വരമൂർത്തി താമസിക്കുന്നത്. ഈശ്വരമൂർത്തിക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ, പേര് കവിൻ. അങ്ങനെ ഇരിക്കെ അണ്ണാദുരയുടെ മകളായിട്ടുള്ള റിധന്യയെ കവിന് വിവാഹം കഴിപ്പിച്ച് കൊടുത്താലോ എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഈ 2 കുടുംബവും ഈ വിവാഹത്തെ പറ്റിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഏപ്രിൽ 11, 2025 വിവാഹം നടത്താമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു. വളരെ അടുത്ത വീടായത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഇത് ലവ് മാരേജ് ആണോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ലവ് മാരേജ് ഒന്നും അല്ല, പ്രോപ്പർ അറേഞ്ച്ഡ് മാരേജ്. അണ്ണാദുരൈ മകളുടെ വിവാഹത്തിന് സ്ത്രീധനമായിട്ട് കൊടുത്തത് 300 പവൻ ഗോൾഡ്, 70 ലക്ഷം രൂപയുടെ ഒരു വോൾവോ കാറ്, പിന്നെ 10-20 ലക്ഷം രൂപ വേറെയും. അതായത് ടോട്ടൽ കല്യാണത്തിന് വേണ്ടിയിട്ട് ഏകദേശം 2-2.5 കോടിയോളം രൂപ ഇയാൾ ചെലവാക്കിയിട്ടുണ്ട്. ഇത്രയും അധികം സ്ത്രീധനം കൊടുത്ത് മകളെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തത് കൊണ്ട് തന്നെ മകൾ വളരെയധികം സന്തോഷവതിയായിരിക്കും ഭർത്തൃ വീട്ടിൽ എന്നാണ് അയാളുടെ വിചാരം. ആരുടെ? അണ്ണാദുരൈയുടെ. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. ഇവരുടെ വിവാഹത്തിൻ്റെ നിശ്ചയം നടത്തുന്ന സമയത്ത് അണ്ണാദുരൈ ഈശ്വരമൂർത്തിയുടെ കുടുംബത്തോട് പറഞ്ഞത് 500 പവൻ്റെ സ്വർണം തരാമെന്നാണ്. എന്നാൽ വിവാഹത്തിനായിക്കോട്ടെ 300 പവൻ്റെ സ്വർണം മാത്രമേ കൊടുത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി വിവാഹത്തിന് ശേഷം ഭർത്തൃ വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ ഭർത്തൃ വീട്ടുകാർ ഈ പെൺകുട്ടിയോട് ചോദിക്കുന്നത്, ബാക്കിയുള്ള 200 പവൻ എപ്പോൾ തരും? നീ ഇട്ടിരിക്കുന്ന ആ 300 പവൻ ഗോൾഡ് ഉണ്ടല്ലോ, അത് യഥാർത്ഥ ഗോൾഡ് തന്നെയാണോ? ഞങ്ങളെ പറ്റിക്കുകയാണോ? എന്താണ് വാക്ക് പറഞ്ഞ വാക്കല്ലാത്തത്? അങ്ങനെയൊക്കെ പറഞ്ഞ് ഓരോ ടോർച്ചർ ചെയ്യുകയാണ് ചെയ്തത്. റിധന്യ ജൂൺ 28, 2025 സ്വയം ജീവൻ അവസാനിപ്പിക്കുന്നത്. ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് തൊട്ട് മുമ്പ്, ഇങ്ങനെ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഏകദേശം 8 വോയിസ് മെസ്സേജുകൾ റിധന്യ തൻ്റെ അച്ഛന് അയച്ചിട്ടുണ്ട്. ആ വോയിസ് മെസ്സേജിലെല്ലാം തന്നെ പറയുന്നത് ഭർത്തൃ വീട്ടിൽ താൻ എന്താണ് യഥാർത്ഥത്തിൽ അനുഭവിച്ചത് എന്നുള്ള കാര്യങ്ങളാണ്. സ്ത്രീധനത്തിൽ പറഞ്ഞ ബാക്കിയുള്ള ഗോൾഡ് കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഭർത്തൃ വീട്ടിലെ എല്ലാവരും ഈ പെൺകുട്ടിയെ മാനസികമായിട്ട് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ആ വീട്ടിലെ ജോലികളെല്ലാം തന്നെ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അത് മാത്രമല്ലാതെ എന്താ പറയുക, ഒരു വേലക്കാരിയോട് എന്ന രീതിയിലാണ് പെരുമാറിയിട്ടുണ്ടായിരുന്നത് ഭർത്താവ് ഉൾപ്പെടെ. റിധന്യയുടെ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും ഏകദേശം 3000 കോടിയോളം രൂപയുടെ സ്വത്തുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ടും പണത്തിനോടുള്ള അമിതമായിട്ടുള്ള ആ ഒരു ആർത്തി അവർ ഈ പെൺകുട്ടിയുടെ മേലാണ് തീർത്തത്. കവിൻ്റെ അച്ഛനും അമ്മയും സ്ത്രീധനത്തിൻ്റെ പേരിൽ റിധന്യയെ നല്ല രീതിയിൽ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കവിൻ ഒരു ഭാഗത്ത് നിന്ന് ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്തത്. ഒരുപക്ഷെ അയാൾക്ക് അച്ഛനെയും അമ്മയുടെയും മുന്നിൽ വെച്ച് അത് സേവ് ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടാവില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ കവിൻ ഇതിനേക്കാളും വലിയ ശാരീരികമായിട്ടുള്ള പീഡനമാണ് റിധന്യയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പലതരത്തിലുള്ള കണ്ടാൽ തന്നെ അറയ്ക്കുന്ന പോൺ വീഡിയോസ് എല്ലാം തന്നെ കണ്ടിട്ട് അതിന് അഡിക്റ്റായി മാറിയിട്ട് ഈ റിധന്യയോട് ആ രീതിയിലെല്ലാം തന്നെ തനിക്ക് വേണമെന്നാണ് രാത്രിയിൽ കവിൻ പറയാറുള്ളത്. ജസ്റ്റ് പറയുക മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് നിർബന്ധിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഈ കേസുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകരോട് റിധന്യയുടെ അമ്മ പറഞ്ഞ കാര്യം, റിധന്യ ജീവൻ അവസാനിപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം എന്താണ് യഥാർത്ഥത്തിൽ ഭർത്തൃ വീട്ടിൽ താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള സത്യം എല്ലാം തന്നെ റിധന്യ അമ്മയോട് ഏറ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെ ചില കാര്യങ്ങൾ റിധന്യയുടെ കൈയും കാലും എല്ലാം തന്നെ കട്ടിൽ കെട്ടിയിട്ടിട്ട് വളരെ മോശമായ രീതിയിലെല്ലാം തന്നെ കവിൻ റിധന്യയെ ഉപയോഗിച്ചിട്ടുണ്ട്. അത് മാത്രമല്ലാതെ റിധന്യയുടെ പ്രൈവറ്റ് പാർട്ടിലെല്ലാം തന്നെ അയാൾ വീഡിയോയിൽ കാണുന്ന പല കാര്യങ്ങളും പരീക്ഷിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ റിധന്യ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്നും കാര്യമാക്കാതെ അയാൾക്ക് എന്താണോ തോന്നുന്നത്, അയാളുടെ ആ ഒരു രതി വൈകൃതങ്ങളെല്ലാം തന്നെ ഈ പെൺകുട്ടിയുടെ മേൽ ഇയാൾ വളരെ ആവേശത്തോടു കൂടി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം റിധന്യയുടെ അമ്മ മാധ്യമപ്രവർത്തകരോട് പബ്ലിക്കായിട്ട് പറഞ്ഞതാണ്. ഇനി അങ്ങോട്ട് പറയുന്ന ഒരു കാര്യം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും റിധന്യ ആ വീട്ടിൽ ഏത് രീതിയിലാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്ന്. അതായത് റിധന്യയുടെ ഇടുപ്പിൻ്റെ ആ ഒരു ഷേപ്പ് തന്നെ മാറിപ്പോയിട്ടുണ്ടായിരുന്നു.
ആ രീതിയിലൊക്കെ കവിൻ ആ പെൺകുട്ടിയെ ഉപയോഗിച്ചിട്ടുണ്ട്. കവിൻ ഋതന്യയോട് ചെയ്ത ഒരു കാര്യം കേട്ടാൽ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെയും മനുഷ്യന്മാരുണ്ടാവുമോ എന്ന്. ഋതന്യ ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അതിനുള്ളിലേക്ക് പോകുമ്പോൾ, ആ ഒരു റൂമിനുള്ളിലേക്ക് പോകുമ്പോൾ കവിനും പുറകെ പോകും അത് കാണാൻ വേണ്ടിയിട്ട്. ആ രീതിയിലുള്ളൊരു വൈകൃത മനസ്സാണ് കവിൻ്റേത്. ഇത്രയും ക്രൂരമായ മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങളെല്ലാം തന്നെ അനുഭവിച്ചിട്ട് താങ്ങാൻ കഴിയാതെ ഇനിയും തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാക്കിയിട്ട് 15 ദിവസത്തിന് ശേഷം, വിവാഹം കഴിഞ്ഞ് 15 ദിവസത്തിന് ശേഷം ഋതന്യ സ്വന്തം വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഋതന്യയുടെ പാരൻസിനോട് എന്താണ് താൻ യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും തുറന്നു പറയാനായിട്ട് ഋതന്യയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഋതന്യയുടെ മാതാപിതാക്കൾ അപ്പോൾ ഇതൊക്കെ ശരിയാവും, കുറച്ച് ദിവസം ഇങ്ങനെ പോകുമ്പോൾ എല്ലാം ശരിയാവും, നീ എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ് എന്ന് പറഞ്ഞിട്ട് മകളെ തിരിച്ചയച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറഞ്ഞ് തിരിച്ചയക്കണമെങ്കിൽ മകൾ യഥാർത്ഥത്തിൽ അനുഭവിച്ച കാര്യം അവർക്കപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. എങ്ങനെയാണ് ഒരു മകൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ സ്വന്തം മാതാപിതാക്കളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നത്? കാരണം അത്രയും വൃത്തികെട്ട കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ് കവിൻ ചെയ്തു വെച്ചിരിക്കുന്നത്. കവിൻ്റെ ഒരു ജീവിതശൈലി വെച്ച് നോക്കുന്ന സമയത്ത് കവിന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. എന്നാൽ എല്ലാ മാസവും ഏകദേശം 20 ലക്ഷം രൂപയോളം കവിൻ്റെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ വരുമാനമായിട്ട് വന്നുകൊണ്ടേയിരിക്കും, റെൻ്റായിട്ടും അതുപോലെ തന്നെ മറ്റു പല ബിസിനസ്സായിട്ടൊക്കെ. അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് വെറുതെ സമയം ചെലവഴിക്കുക മാത്രമാണ് കവിൻ ചെയ്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇതുപോലുള്ള വീഡിയോസ് എല്ലാം തന്നെ കണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനും അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനും ഇങ്ങനെയുള്ളൊരു അഡിക്ഷനിലേക്ക് കവിൻ മാറിയിട്ടുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് അതിലുള്ള കാര്യങ്ങളൊന്നും റിയൽ അല്ല. അവർ പല ആംഗിളിലും ഓരോ എന്താ പറയുക, ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ 50 മിനിറ്റ് ഇങ്ങനെ ചുമ്മാ കണ്ടിന്യൂ ആയിട്ട് ഈ കാണുന്ന ആളുകളെ രസിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ആംഗിളിൽ ഓരോ വീഡിയോസ് ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നതാണ്. ഇതൊന്നും റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. മാക്സിമം 5 മിനിറ്റ് അല്ലെങ്കിൽ 5 മുതൽ 10 മിനിറ്റ് ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ വീഡിയോസ് എല്ലാം തന്നെ കണ്ടിട്ട് അതുപോലെയാണ് എന്നുള്ളൊരു കാര്യം ഒരു അഡിക്ഷനാക്കി മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കവിൻ. വിവാഹം കഴിഞ്ഞ് 15 ദിവസത്തിന് ശേഷം ഭർത്തൃ വീട്ടിലെ ക്രൂരതകളെല്ലാം തന്നെ സഹിക്കാൻ കഴിയാതെ ഋതന്യ സ്വന്തം വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞില്ലേ, വീട്ടുകാരെ അതൊക്കെ ആശ്വസിപ്പിച്ചിട്ട് എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞ് തിരികെ വീണ്ടും ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയച്ചു. അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വീണ്ടും ഒരുപാട് ശ്രമിച്ചു ഋതന്യ. പക്ഷേ ഇവർ മാറില്ല, ഇവരുടെ രീതി ഇത് തന്നെയാണ്. അതുപോലെ തന്നെ കവിൻ എന്ന് പറയുന്നത് രൂപം കൊണ്ട് മാത്രമേ ഒരു മനുഷ്യനുള്ളൂ, അയാൾ ഉള്ളിൽ തീർത്തും ഒരു വൃത്തികെട്ട മൃഗമാണ് എന്ന് തിരിച്ചറിയാണ് ഋതന്യ. ഇയാളിൽ നിന്നും രക്ഷപ്പെടുക മാത്രമേ ഇനിയൊരു വഴിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ജൂൺ 22 വീണ്ടും തൻ്റെ വീട്ടിലേക്ക് തിരികെ വന്നു. വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് ഋതന്യയ്ക്ക് എങ്ങനെ തൻ്റെ അച്ഛനോടും അമ്മയോടും ഇത് പറഞ്ഞു കൊടുക്കണമെന്ന് അറിയുന്നില്ല. അങ്ങനെ കുറേ ദിവസം മാനസികമായിട്ടൊരു ഡിപ്രഷനിലൂടെ ഋതന്യ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് എന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, എന്നെ ഒരുപാട് ശല്യം ചെയ്യുന്നുണ്ട്, എന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഋതന്യ സ്വന്തം അമ്മയോടും അച്ഛനോടും പറഞ്ഞു വന്നു. അമ്മയും അച്ഛനും ഋതന്യയെ ഒരു ലോങ് ഡ്രൈവ് കൊണ്ടുപോയിട്ട് സമാധാനിപ്പിക്കാനും പുതിയ ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വേറെ വഴിയൊന്നും ഇല്ലാതെ 27 ഋതന്യ തൻ്റെ അമ്മയോട് എന്താണ് തനിക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് പറയുകയും തൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങളെല്ലാം തന്നെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അവിടെ എല്ലാം തന്നെ ഒരുപാട് മുറിവുകളും അതുപോലെ ഒരുപാട് വീക്കവും നീരും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഋതന്യ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കേട്ട് പേടിച്ചു പോയ ഋതന്യയുടെ അമ്മ ഋതന്യയോട് ചോദിക്കുന്നുണ്ട്, നീ കവിൻ്റെ അച്ഛനോടും അമ്മയോടും ഈ കാര്യങ്ങളൊക്കെ പറയായിരുന്നില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ ഈ രീതിയിലെല്ലാം തന്നെ ഉപദ്രവിക്കുന്നുണ്ട് എന്ന് പറയായിരുന്നില്ലേ എന്ന്. അപ്പോൾ ഋതന്യ പറഞ്ഞ ഈ കാര്യം കവിൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കവിൻ്റെ അമ്മ പറഞ്ഞത്, ഇനി അവൻ എന്തായാലും നിന്നെ ഇങ്ങനെയെല്ലാം ബുദ്ധിമുട്ടിക്കില്ല, നീ പേടിക്കണ്ട, ഞാൻ അവനോട് പറയാമെന്ന് പറഞ്ഞിട്ട് അവളെ തിരിച്ചയച്ചു. കവിൻ്റെ അച്ഛനായിക്കോട്ടെ അവളെ വിളിച്ച് അടുത്തിരുത്തിയിട്ട് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെയാണ്, അതാണ് അവന് ഇഷ്ടം, അതുകൊണ്ട് നീ അതിനെല്ലാം തന്നെ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഉപദേശിക്കുകയാണ് ചെയ്തത്. വെറുതെ ഉപദേശിക്കുകയല്ല, രാവിലെ 11 മണിക്ക് അടുത്തേക്ക് വിളിച്ചിരുത്തിയിട്ട് ഏകദേശം 3 മണിവരെ, ഈവനിങ് 3 മണിവരെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. അവൻ്റെ ഇഷ്ടങ്ങൾ ഇതാണ്, അതിനെല്ലാം തന്നെ നീ അനുസരിച്ച് കൊടുക്ക്, അവനിതാണ് സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. എന്തായാലും അവസാനം ഋതന്യ സ്വന്തം അമ്മയോട് എല്ലാം തുറന്നു പറഞ്ഞു. അതിൻ്റെ സമാധാനത്തിൽ ഒരു പക്ഷേ അവൾ ഇരിക്കുന്നുണ്ടാവും, അമ്മ മകളെ ആശ്വസിപ്പിച്ചിട്ടും ഉണ്ടാവും, നീ എന്തായാലും ഇനി ആ വീട്ടിലേക്ക് പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനപ്പെടുത്തിയിട്ടും ഉണ്ടാവണം. തുടർന്ന് തൊട്ടടുത്ത ദിവസം രാവിലെ 11 മണിയോടുകൂടി ഋതന്യ അമ്മയോട് പറയാണ്, ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം, മനസ്സൊക്കെ വല്ലാതിരിക്കുന്നു, ഒന്ന് പ്രാർത്ഥിച്ചു വന്നാൽ ഒരു പക്ഷേ ശരിയാവുമെന്ന്. അങ്ങനെ പറഞ്ഞിട്ട് കാറും എടുത്ത് ഋതന്യ നേരെ അവിടെയുള്ളൊരു നരസിംഹം കോവിലുണ്ട്, ആ അമ്പലത്തേക്ക് പോയിട്ട് പ്രാർത്ഥിച്ചു. അവിടെ വീട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള അർച്ചനയും കാര്യങ്ങളൊക്കെ നടത്തി. അച്ഛനും അമ്മയ്ക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസാദങ്ങളെല്ലാം തന്നെ മേടിച്ച് കയ്യിൽ വെക്കുകയും ചെയ്തു. അങ്ങനെ ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോടുകൂടി ഋതന്യയുടെ അമ്മയുടെ ഫോണിലേക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. ഫോണിൽ വിളിച്ചയാൾ ഋതന്യയുടെ അമ്മയോട് ചോദിച്ചത്, ഋതന്യയുടെ അമ്മയാണോ നിങ്ങളെന്നാണ്.
അത് എന്താണ് പറയൂ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മകൾക്ക് ഫിക്സ് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. മകൾ കാർ നിർത്തിയിട്ട് അവിടെ വായിൽ പതയും നൊരയും എല്ലാം തന്നെ വന്നിട്ട് കാറിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്, അബോധാവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ഇവിടേക്ക് വരണമെന്നാണ് ഫോണിൽ വിളിച്ച് പറഞ്ഞത്. വീട്ടിൽ നിന്നും അമ്പലത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയ മകളെക്കുറിച്ച് ഇതുപോലൊരു കാര്യം ഫോണിലൂടെ അറിഞ്ഞപ്പോൾ ആ അമ്മ വല്ലാതെ പേടിച്ചു, ഭയന്നു പോയി. കാരണം മകളുടെ യഥാർത്ഥ അവസ്ഥയും അമ്മയ്ക്ക് അറിയാലോ. അതുകൊണ്ട് എന്തോ ഒരു അനിഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് ആ അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഉടൻ തന്നെ അവർ അവരുടെ ഭർത്താവിനെ വിളിച്ച് കാര്യം പറയുകയും ചെയ്തു. ഋതന്യയുടെ അച്ഛൻ ഈ കാര്യം കേട്ടപ്പോൾ ആദ്യം ചിന്തിച്ചത് എൻ്റെ മകൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ, അതുകൊണ്ട് നെറ്റെല്ലാം തന്നെ പെട്ടെന്ന് ഫോണിലെ ഓഫായിരുന്നു, അതെല്ലാം തന്നെ ഓണാക്കിയപ്പോൾ ഋതന്യയുടെ ഫോണിൽ നിന്നും ഏകദേശം 8 വോയിസ് മെസ്സേജുകൾ അച്ഛൻ്റെ ഫോണിലേക്ക് വന്നിട്ടുണ്ട്. മകളയച്ച വോയിസ് മെസ്സേജിലെ ആദ്യത്തെ വോയിസ് മെസ്സേജ് മാത്രമേ അയാൾ ഓപ്പൺ ആക്കി നോക്കിയുള്ളൂ. കാരണം ആ വോയിസ് മെസ്സേജിൽ തന്നെ അവൾ കരഞ്ഞുകൊണ്ട്, ഋതന്യ കരഞ്ഞുകൊണ്ട്, അപ്പ എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറെ വഴിയില്ലാതെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു വോയിസാണ് ഫസ്റ്റ് ഉള്ളത്. അത് കേട്ടപ്പോൾ തന്നെ അയാൾക്ക് മനസ്സിലായി മകൾക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. കാരണം മകളുടെ കരഞ്ഞുകൊണ്ടുള്ള ആ ഒരു വോയിസ് അയാൾക്ക് കേട്ട് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വോയിസ് അയാൾ അപ്പോൾ കേട്ടില്ല. മകൾ വോയിസ് മെസ്സേജിൽ അയച്ച കാര്യം മുഴുവൻ കേൾക്കാതെ വളരെ പെട്ടെന്ന് ഭാര്യ പറഞ്ഞ, മകൾ ഉണ്ട് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് അയാൾ പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ ഇല്ലായിരുന്നു. അവിടെയുള്ള നാട്ടുകാരെല്ലാവരും ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിന് മുമ്പ് ഋതന്യ മരണപ്പെട്ടു. ഒരുപാട് ഓമനിച്ച് ലാളിച്ച് വാത്സല്യം കൊടുത്ത് വളർത്തിയ മകൾ ഇതുപോലെ മരിച്ചു എന്നറിഞ്ഞപ്പോൾ ആ അച്ഛൻ പൂർണ്ണമായിട്ടും തകർന്നു പോയി, ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് മാറി. അയാൾ ആ ദിവസം രാത്രിയാണ് മകൾ അയച്ച വോയിസ് എല്ലാം തന്നെ പൂർണ്ണമായിട്ടും കേൾക്കുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേട്ടപ്പോൾ അയാൾക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കാരണം ഇത്രയും ക്രൂരമായ അവസ്ഥയിലൂടെയാണോ എൻ്റെ മകൾ, ഞാൻ ഒരുപാട് വാത്സല്യത്തോടു കൂടി വളർത്തിയ മകൾ കഴിഞ്ഞു പോയത്? അല്ലെങ്കിൽ അവൾ ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അയാൾ അപ്പോഴാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഋതന്യയെ ഇത്ര ക്രൂരമായിട്ട് ദ്രോഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും സ്ത്രീധനം ചോദിച്ച് പീഡിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ഈ പറഞ്ഞ ഋതന്യയുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ കുടുംബത്തെയും പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ ജാമ്യത്തിനായിട്ട് അപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം ക്ലിയർ ചെയ്യാനുണ്ട്. ഋതന്യയുടെ അമ്മയെ ഒരു സ്ട്രേഞ്ചറാണ് വിളിച്ചിട്ട് നിങ്ങൾ ഋതന്യയുടെ അമ്മയാണോ എന്ന് ചോദിച്ചത് എന്ന് പറഞ്ഞില്ലേ. അയാൾക്ക് എങ്ങനെയാണ് ഋതന്യയുടെ അമ്മയുടെ നമ്പർ കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഋതന്യ തൻ്റെ ആ ഒരു കാറിൽ ഇരുന്നു കൊണ്ട് അമ്മയുടെയും അച്ഛൻ്റെയും ഫോൺ നമ്പർ എഴുതിയിട്ട് ഒരു കടലാസ് ഒരു ഔട്ട്സൈഡറിന് കാണുന്ന രീതിയിൽ ആ കാറിൻ്റെ ചില്ലിൻ്റെ ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ രീതിയിലേക്കെല്ലാം തന്നെ ആൾ കോൺഷ്യസ് ആയി മാറും. അപ്പോൾ ആരെങ്കിലും ഇത് വീട്ടുകാരെ അറിയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ ഋതന്യ ചെയ്തതാണത്. ഋതന്യയുടെ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതിൻ്റെ അവസാനം എന്താണ്, അല്ലെങ്കിൽ എന്ത് ശിക്ഷയാണ് അവർക്ക് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും വല്ലാത്തൊരു അവസ്ഥ അല്ലേ. ഒരുപാട് സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ മകളെ അവർക്ക് നല്ലൊരു ജീവിതം ലഭിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവർ ഈ കാണിച്ചു കൂട്ടിയതെല്ലാം തന്നെ. പക്ഷേ അവസാനം സംഭവിച്ചതോ, കവിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യും, ഇത്രയും മാനസികമായിട്ടുള്ളൊരു വൈകൃതമുള്ളൊരു വ്യക്തിയാണ് എന്ന് പറയുകയില്ല. ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെന്ന് മാത്രമേ തോന്നുള്ളൂ. പക്ഷേ ഏറ്റവും വലിയൊരു ടോർച്ചറാണ് ആൾക്ക് കൊടുത്തത്. ഞാൻ ഈ വീഡിയോയിൽ മുമ്പ് പറഞ്ഞ പോലെ ഇടുപ്പിൻ്റെ ഷേപ്പ് പോലും മാറിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മോശമായ രീതിയിലല്ലാതെ ഇതിനെ ഒന്ന് എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും, എത്രമാത്രം വേദന തിന്നിട്ടുണ്ടാവും, എന്ത് നരക അവസ്ഥയായിരിക്കും ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്തൊരു ഗതികേടാണിതെന്ന്. ഒന്നാമത്തെ കാര്യം, മക്കളെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ ഒരിക്കലും സ്ത്രീധനം കൊടുക്കരുത്. എന്തിനാണ് സ്ത്രീധനം കൊടുക്കുന്നത്? ഇതൊക്കെ എല്ലാവരും, പല ആളുകളും പല സ്ഥലത്തിരുന്നിട്ട് വെറുതെ പറയും. പക്ഷെ എല്ലാവരും ഇത് പ്രോപ്പറായിട്ട് ചെയ്തു വരുന്നുമുണ്ട്. എത്രയൊക്കെ അനുഭവിച്ചാലും ഇതിൻ്റെ പേരിൽ ഒരുപാട് പെൺകുട്ടികളെ ഇരയായിട്ടുണ്ട്. ഒരുപാട് കോടിക്കണക്കിന് സ്വത്ത് കൊടുത്തിട്ട് മരണത്തിന് വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. എന്നിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും ആളുകൾ ഇത് ചെയ്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, കെട്ടിച്ചു കൊടുത്ത മകളൊരു പ്രശ്നം പറയുമ്പോൾ അതെന്താണ്, എത്ര കാര്യമായിട്ടുള്ള പ്രശ്നമാണെന്ന് സ്വന്തമായിട്ടും നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് അതിനുള്ള തീരുമാനം, കൃത്യമായിട്ടുള്ള തീരുമാനം എടുക്കണം. വേർപെടുത്തേണ്ടതാണെങ്കിൽ ആ ബന്ധം തന്നെ വേണ്ടാന്ന് വെക്കണം. അതിൽ യാതൊരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് തിരുത്തേണ്ടതും നമ്മുടെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ ചുമതല തന്നെയാണ്. അതിൽ നിന്നും ഒഴിഞ്ഞു മാറാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ അല്ല പറയേണ്ടത്. സോ ഈ കേസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ. ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം, ഒരുപാട് സ്വപ്നങ്ങളായിട്ട് വന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതം ഒന്നുമില്ലാതെയാക്കി, ആ ഒരു രീതിയിലേക്ക് എത്തിച്ചു.